ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് 2026 ഫസ്റ്റ് ഡേ ആണല്ലേ. അപ്പൊ കാലത്ത് ഉണരുമ്പോ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഇന്നൊരു നല്ല ദിവസമായിരിക്കണേ, സങ്കടങ്ങളൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരിക്കണേ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും എല്ലാവരും ഉണരുക. ഞാനും എല്ലാ വർഷവും ഇതുപോലെ രാവിലെ എണീക്കുമ്പോൾ ഫസ്റ്റ് ഡേ ഈ ഒരു കാര്യം എന്തായാലും മനസ്സിൽ വിചാരിക്കാറുണ്ട്. പണ്ടൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നു ഈ ഫസ്റ്റത്തെ ഡേ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു വർഷം മുഴുവൻ അങ്ങനെയായിരിക്കും. അപ്പോൾ ആ ദിവസം കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വർഷം മുഴുവൻ കരയും. അല്ലെങ്കിൽ നല്ല സന്തോഷമാണെങ്കിൽ ആ വർഷം മുഴുവൻ സന്തോഷമായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എത്ര തന്നെ അങ്ങനെയൊക്കെ ചിന്തിക്കാതിരുന്നാലും ഓട്ടോമാറ്റിക് ആയിട്ട് അയ്യോ അങ്ങനെ ഒരു നെഗറ്റീവ് തോട്ടാണ് ട്ടോ വരുന്നത്. അപ്പൊ എന്തായാലും നമ്മള് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് തുടങ്ങുക. അപ്പൊ ദേ ഇന്നലെ രാത്രി നമ്മൾ ന്യൂ ഇയർ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പോയിട്ട് നല്ല ലേറ്റ് ആയിട്ടാണ് ട്ടോ എത്തിയത്. ഏകദേശം ഒരു 2 മണിയോളം ആയി എത്തുമ്പോ. പിന്നെ ഏട്ടന് ഓഫീസൊക്കെ ഉള്ള കാരണം നേരത്തെ എണീക്കേണ്ടി വന്നതാണ് ട്ടോ. എണീറ്റിട്ട് രാവിലെ തന്നെ നേരെ കിച്ചണിലേക്കൊന്നും പോയില്ല. കുറച്ചു നേരം പുറത്തൊക്കെ നോക്കി നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് കിച്ചണിലേക്ക് വന്നത്. പിന്നെ അരി ഞാന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഇപ്പൊ നല്ല തണുപ്പായതുകൊണ്ട് ഞാന് കുറച്ച് ചൂടുവെള്ളത്തില് ഒരു വലിയ കുക്കറുണ്ട് ട്ടോ. അപ്പൊ അതില് ചൂടുവെള്ളം ആക്കിയിട്ട് പാത്രം അതിലിറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് പൊന്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന് മുൻപ് 2-3 തവണ ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോ തീരെ ശരിയായില്ല, മാവ് പൊന്താത്ത കാരണം. അപ്പൊ അങ്ങനെയാണ് ഈ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചത് ട്ടോ. അപ്പൊ പിന്നെ കാലത്ത് നന്നായിട്ട് പൊന്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഡ്ഡലി മാത്രമേ ഉണ്ടാക്കാനുള്ളൂ. പിന്നെ അതിനുള്ള സാമ്പാറൊക്കെ ഇന്നലെ വെച്ചത് ബാക്കിയുണ്ട് ട്ടോ. അപ്പൊ ഇന്നേക്കും കൂടിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മള് ഈ ഒരു ദിവസം എന്തെങ്കിലും കാര്യങ്ങളുണ്ടായി ആ ഒരു വർഷം അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന്. അപ്പൊ ഞങ്ങൾ പണ്ടൊക്കെ കോളേജിലോ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഈ ന്യൂ ഇയറിന്റെ അന്ന് ടീച്ചേഴ്സ് ഒന്നും അടിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ ആ ഒരു വർഷം എല്ലാ ദിവസവും അടി കിട്ടും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാം ആണെങ്കിൽ എക്സാം മിക്കവാറും അന്ന് എടുക്കാറില്ല. പിന്നെ എല്ലാ ദിവസവും എക്സാം ആവുമെന്ന് പറഞ്ഞിട്ട് ആ ദിവസം നമ്മള് ഒരു ഡേറ്റ് കൊടുക്കാറില്ല. ടീച്ചേഴ്സിനോടൊക്കെ പറഞ്ഞിട്ട് എക്സ്ക്യൂസ് ഒക്കെ ചോദിച്ച് വാങ്ങിക്കും. അതുപോലെ തന്നെ ഞങ്ങള് അയ്യോ അന്ന് ലേറ്റ് ആയി കഴിഞ്ഞാല് സ്കൂളിലൊക്കെ അല്ലെങ്കിൽ കോളേജിലൊക്കെ എത്താൻ ലേറ്റ് ആവുമ്പോ ഈശ്വര ഈ വർഷം മുഴുവൻ ഇനി ലേറ്റ് ആവുമല്ലോ, അല്ലെങ്കിൽ ബസ് കിട്ടിയില്ലെങ്കിൽ ഈ വർഷം മുഴുവൻ ഇനി ഇങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഞങ്ങള് ആ ഒരു ദിവസം ഇത് തന്നെയായിരിക്കും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇത് മാത്രമല്ല, അങ്ങനെ കുറെ കുറെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ ഇപ്പൊ ചിരി വരികയാണ് കേട്ടോ. അപ്പൊ ദേ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് കുക്കറിൽ വെച്ചിട്ടാണ്. അപ്പൊ തട്ട് മാത്രമാണ് വാങ്ങിച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു കുക്കറിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു തവണ ഉണ്ടാക്കിയാൽ മതി, അതന്നെ ധാരാളമാണ്. പിന്നെ രാവിലെ കഴിച്ച് ബാക്കി ഉണ്ടെങ്കിൽ രാത്രി കഴിക്കാറാണ് ചെയ്യുന്നത്. പിന്നെ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണോന്നൊക്കെ വിചാരിച്ചു. പിന്നെ സാമ്പാർ ഒക്കെ ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ നിന്നില്ല. പിന്നെ അത് മാത്രല്ല നല്ല ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഉറങ്ങി തീർക്കൊക്കെ വേണം. പിന്നെ ഏട്ടൻ ഏട്ടന് ഓഫീസ് പോവാൻ തീരെ മടിയായിരുന്നു. എന്തായാലും പോണ്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ പോയതാണ് കേട്ടോ. പിന്നെ എന്താന്ന് വെച്ചാല് ഇപ്പൊ കുറേ ദിവസമായിട്ട് ഇതുപോലെ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി ലേറ്റ് ആയിട്ടാണ് എത്തുന്നത്. അപ്പൊ അതിന്റെ കുറെ ക്ഷീണവും കാര്യങ്ങളും, അത് കറക്റ്റ് ആയിട്ട് ഉറക്കവും കാര്യങ്ങളൊക്കെ ശരിയാവാനുണ്ട്. അങ്ങനെ അതെ ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് രാവിലെ തന്നെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രല്ല ഇന്നലെ ഏകാദശി ആയതുകൊണ്ട് ഇന്ന് നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ച് ഏകാദശി വ്രതമൊക്കെ മുറിക്കാനുള്ളതല്ലേ. അപ്പൊ എന്തായാലും കുളിക്കണം എണീറ്റിട്ട് രാവിലെ. അതുകൊണ്ട് കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞു ട്ടോ. പിന്നെ കല്ലുവിന് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് ഏട്ടൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങുക. അല്ലെങ്കിൽ രാവിലെ നേരത്തെ പോവും. ശരിക്കും അതാണ് നല്ലത്. കാരണം കറക്റ്റ് ടൈമിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങാം. ഇത് രാവിലെ ലേറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ പിന്നെ വൈകിട്ട് ലേറ്റ് ആയിട്ടാണ് വരിക. എന്നാലും അത്രമാത്രമൊന്നുമില്ല, ഒരു 7:30യുടെ ഉള്ളിലൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ പോവുക ഏകദേശം ഇപ്പൊ പോകുന്നത് 10 മണി 10:30യുടെ ഉള്ളിലാണ് പോകുന്നത്. കല്ലുവിന് സ്കൂളിലെ സമയത്താണെങ്കിൽ കല്ലുവിന്റെ സ്കൂളിൽ 9 മണിക്ക് എത്താറുണ്ട്. അപ്പൊ പിന്നെ ഏട്ടൻ ഓഫീസിൽ എന്തായാലും ഒരു 9:15 ആവുമ്പോഴേക്കും എത്തും.
പിന്നെ എന്താന്ന് വെച്ചാല് ഏട്ടൻ ലേറ്റ് ആയിട്ട് പോകുന്ന കാരണം അത്ര നേരത്തെ എണീക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഇഡലിയൊക്കെ ചൂടാറിയിട്ട് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോഴേക്കും ഇത് ഏട്ടന്റെ കുളിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ഞാനും ഏട്ടന്റെ കൂടെ ഇരുന്ന് കഴിക്കാൻ പോവാണ്. കാരണം കല്ലു എന്തായാലും ഇപ്പൊ തന്നെ എണീക്കില്ല. അതുമാത്രല്ല ഇന്നലത്തെ ഏകാദശിയൊക്കെ എടുത്ത കാരണം രാവിലെ നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഏട്ടൻ ഇരുന്നിട്ട് എന്തൊക്കെയോ ഡാറ്റ കോപ്പി ചെയ്യലും അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ദേ ഏട്ടൻ രാത്രി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിപ്പോ കല്ല് കേട്ടിട്ടുണ്ടെങ്കിൽ കല്ലു എന്തായാലും ആന്ന് പറഞ്ഞിട്ട് രാത്രി ചിലപ്പോ പുറത്തുനിന്ന് കഴിച്ചിരുന്നു. ഇതിപ്പോ കല്ല് ഉണരാത്ത കാരണം കുഴപ്പമില്ല. അങ്ങനെ ദേ ഏട്ടൻ പോയി. ഏട്ടൻ പോയപ്പോ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കല്ലുവിന്റെ അടുത്ത് പോയിട്ട് കല്ലുവിനെ വിളിച്ചുണർത്തിട്ടോ. എണീറ്റിട്ട് പിന്നെ അവിടെ തന്നെ കിടക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പൊ കല്ലുവിന്റെ കൂടെ ദേ രണ്ടുപേര് എപ്പോഴും ഉണ്ടാവും ട്ടോ കിടക്കുമ്പോ. ഇത് കല്ലു ചിലപ്പോ കിടക്കുമ്പോ എടുക്കാൻ മറന്നാലും ഓർമ്മ വന്നാ വേഗം ഓടി പോയിട്ട് എടുത്ത് കൊണ്ടുവരും. ടീത്ത് ബ്രഷ് അല്ല ബ്രഷ് before bed. We want to brush. Come on. എണീറ്റിട്ട് ഇതേ നേരെ ഇന്ന് കുളി കഴിഞ്ഞിട്ടേ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ വേഗം തന്നെ. പിന്നെ ദേ ഇഡ്ഡലി ആയതുകൊണ്ട് ആൾക്ക് വലിയൊരു താല്പര്യമൊന്നും ഇല്ലാത്ത ഫുഡാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദേ ചെടിയൊക്കെ നനയ്ക്കാനുണ്ടായിരുന്നു. പിന്നെ ചെടി എന്ന് പറയാനായിട്ട് ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണെങ്കിലും പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ കൊണ്ടുവരുന്നതാണ് കേട്ടോ. ഇവിടെ ഇപ്പോഴാണ് കുറച്ചൊക്കെ ചെടി വളരാൻ തുടങ്ങിയത്. കല്ലു ഒരു ചെടി പോലും ഇവിടെ ഉണ്ടാവാൻ സമ്മതിക്കില്ല. കാരണം അതിന്റെ ഇല മുഴുവൻ ആള് പറിച്ചു കളയും. അതുകൊണ്ട് ചെടികളൊക്കെ വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും ഒന്നും വെക്കാറുണ്ടായിരുന്നില്ല. ആകെ കൂടി ഉണ്ടായിരുന്നത് തുളസി ചെടിയാണ് കേട്ടോ. അതിന്റെ ഇല തന്നെ കല്ലു ഉണ്ടാവുമ്പോഴേക്കും പൊട്ടിച്ച് കളയും. അതുകൊണ്ട് ചെടി വെക്കാൻ എനിക്ക് പേടിയാ. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വല്ലാണ്ട് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ട്ടോ ഞാൻ ചെടിയൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. പിന്നെ ഇവിടുന്ന് ഞാൻ കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഉണങ്ങി പോവാണ് ചെയ്തത്. പിന്നെ ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെടിയൊക്കെ നനച്ച് നിൽക്കുമ്പോഴാണ് കേട്ടോ കോളിംഗ് ബെല്ല് കേട്ട് പോയി നോക്കിയത്. അപ്പൊ നോക്കുമ്പോ നമ്മുടെ നെയ്ബർ ആയിരുന്നു. അവര് ക്രിസ്മസിന് നമുക്ക് ഗിഫ്റ്റ് ഒന്നും തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവര് ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ന്യൂ ഇയർ ആയതുകൊണ്ട് രണ്ടും കൂടിയിട്ട് ഇന്ന് തന്നതാണ് കേട്ടോ. എന്തായാലും ഗിഫ്റ്റ് ഒക്കെ കിട്ടിയപ്പോ തന്നെ ഞങ്ങൾ വേഗം ഒക്കെ തുറന്നു നോക്കി. അന്ന് ക്രിസ്മസിന് കിട്ടിയ വേറൊരു ഗിഫ്റ്റിന്റെ ഒരു പാക്ക് പോലെ തന്നെ കുറെ കേക്കും മിഠായികളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. ഇതെന്തോ ഒരു പുഡിങ് പോലെ എന്തോ ഒരു സംഭവമായിരുന്നു. അത്യാവശ്യം ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. കല്ലു അങ്ങനെ എല്ലാം ഇഷ്ടപ്പെടുന്ന ആളൊന്നല്ല. പക്ഷെ കല്ലുവിന് ഇഷ്ടമായി. അപ്പോൾ അത് പീസായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് പീസുകളായിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങള്. ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.